നമസ്കാരം. കേരളത്തിൽ എല്ലാം ശരിയാക്കി. ഇനി ശരിയാക്കാനായി ഒന്നും ബാക്കിയില്ല. അതുകൊണ്ട് പുതിയൊരു പരീക്ഷണം നടത്തുകയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ രോഗികളിൽ മരുന്ന് പരീക്ഷണം നടത്താനുള്ള നീക്കങ്ങൾ ഇപ്പോൾ അണിയറയിൽ നടന്നു വരികയാണ്. വിദേശത്തേതടക്കം പുതിയ മരുന്നുകൾ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ജനറൽ ആശുപത്രികളിലും നടത്താനാണ് പുതിയ നീക്കം. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തയ്യാറാക്കിയ ആരോഗ്യശാസ്ത്ര ഗവേഷണ നയത്തിന്റെ ബലത്തിലാണ് പരീക്ഷണം നടത്താനൊരുങ്ങുന്നത്. അതേസമയം കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള മരുന്ന് പരീക്ഷണം സംസ്ഥാനത്തിന് നടത്താൻ കഴിയില്ലെന്നും സ്വകാര്യ ആശുപത്രികളിൽ വിദേശ സഹായത്തോടെ രഹസ്യമായി നടക്കുന്ന പരീക്ഷണങ്ങൾക്ക് ഡേറ്റ നൽകാനുള്ള നീക്കമാണ് ഇതെന്നുമാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ ആരോപണം. പുതിയ മരുന്നുകൾ പരീക്ഷിക്കുന്നതിലൂടെ ചികിത്സാ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്നത്. സ്വകാര്യത ഉറപ്പാക്കിയതിനു ശേഷം രോഗികളുടെ വിവരങ്ങൾ ഗവേഷകർക്ക് നൽകും. ജനന മരണ വിവരങ്ങളും ഇൻഷുറൻസിനെ പറ്റിയുള്ള വിവരങ്ങളും ആരോഗ്യ വകുപ്പുകളിലുള്ള രോഗസംബന്ധമായ ഡാറ്റയും പേരുകൾ മറച്ചതിനു ശേഷമായിരിക്കും ഗവേഷകർക്ക് നൽകുന്നത്. സർക്കാർ സ്ഥാപനങ്ങൾ തമ്മിലും ദേശീയ അന്തർദേശീയ സ്വയംഭരണ സ്വകാര്യ സ്ഥാപനങ്ങളുമായും ഈ വിവരങ്ങൾ പങ്കുവയ്ക്കാം. ഇതുകൂടാതെ ഗവേഷണത്തിനായി വിദേശത്തു നിന്ന് ഫണ്ടും ശേഖരിക്കാം. അപ്പോൾ അതാണ് കാര്യം. വിദേശ ഫണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് അത്യന്താപേക്ഷിതമാണ്. അതിനുള്ള മുന്നോടിയായിട്ടായിരിക്കണം ഈ മരുന്ന് പരീക്ഷണം. മുഖ്യമന്ത്രി അധ്യക്ഷനായ ഉന്നത വിദ്യാഭ്യാസ ഉപദേശക സമിതി നയത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. ഇനി വേണ്ടത് മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതിയാണ്. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉന്നത വിദ്യാഭ്യാസ ഉപദേശക സമിതിയുടെ അനുമതി കിട്ടിയിട്ടുണ്ടെങ്കിൽ മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതിയൊക്കെ നിസ്സാരം. നിലവിൽ കേന്ദ്രത്തിന്റെ അനുമതിയോടെ മരുന്ന് പരീക്ഷണം നടക്കുന്നത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി RCC എന്നിവിടങ്ങളിലാണ്. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് എന്നിവയുടെ നേതൃത്വത്തിൽ കർശനമായ നിബന്ധനകൾ പാലിച്ചായിരിക്കണം മരുന്ന് പരീക്ഷണം നടത്തേണ്ടത് എന്നാണ് ചട്ടം. YCMR അനുമതിയോടെ എത്തിക്സ് കമ്മിറ്റി ഉണ്ടാക്കി ഓരോ ഘട്ടത്തിലും കർശനമായ പരിശോധന നടത്തണം. എന്നാൽ ഇത് സ്വന്തമായൊരു നയമുണ്ടാക്കി സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയില്ല. രോഗവിവരങ്ങളും ജനന മരണ ഡാറ്റയും കൈമാറുന്നതിന് നിയന്ത്രണവും നിർണായക വിവരങ്ങൾ രാജ്യത്തിന് പുറത്തേക്ക് നൽകരുത് എന്ന ചട്ടവുമുണ്ട്. പേര് മറച്ചു വെച്ചുകൊണ്ട് ഡാറ്റ നൽകുന്നത് പ്രായോഗികവുമല്ല. 2005 മുതൽ 2012 വരെ രാജ്യത്ത് മരുന്ന് പരീക്ഷണത്തിനിടയിൽ 2644 പേർ മരണപ്പെട്ടതിനെ തുടർന്നാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ച കണക്കാണിത്. 11,972 പേർക്ക് ഗുരുതരമായ പാർശ്വഫലങ്ങളുണ്ടായി. 475 മരുന്നുകളിൽ വിൽപ്പന അനുമതിയുള്ളത് വെറും 17 എണ്ണത്തിന് മാത്രമാണ്. നിരോധിക്കപ്പെട്ട NDGN M4 ക്യാൻസറിനുള്ള മരുന്നാണ്. അമേരിക്കയിലെ ജോൺ ഹോപ്കിൻസ് സർവകലാശാലയുടെ സഹായത്തോടെ ഈ മരുന്ന് തിരുവനന്തപുരം RCCയിൽ പരീക്ഷിച്ചെന്ന് മുമ്പ് ആരോപണമുയർന്നിരുന്നു. ഈ പരീക്ഷണത്തിനാകട്ടെ കേന്ദ്രാനുമതി ഉണ്ടായിരുന്നുമില്ല. ആരോപണത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ RCCക്ക് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു. അമേരിക്കയിൽ നിർമ്മിച്ച ഒരു മരുന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ പരീക്ഷിച്ചപ്പോൾ 10 പേരും, കോഴിക്കോട്ടെ ആശുപത്രിയിൽ പരീക്ഷിച്ചപ്പോൾ 2 പേരും, കൊച്ചിയിലെ തന്നെ മറ്റൊരു ആശുപത്രിയിൽ പരീക്ഷിച്ചപ്പോൾ 3 പേരും മരണപ്പെട്ടെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 3 ഡോക്ടർമാരുടെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരത്തെ റിസർച്ച് സെന്ററിൽ സ്വിസ് കമ്പനിയുടെ മരുന്ന് പരീക്ഷണത്തിനിടയിൽ 3 പേർ മരണപ്പെട്ടു എന്നുള്ള വാർത്തയും ഈയിടെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊന്നും മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നില്ല. കൊച്ചിയിലെ PNC വെസ്പർ കമ്പനിയുടെ PNB001 എന്ന മരുന്ന് കോവിഡ് രോഗികളിൽ പരീക്ഷിക്കാൻ ഡ്രഗ്സ് കൺട്രോളർ അനുമതി നൽകിയിരുന്നു. മരുന്നുകളുടെ പരീക്ഷണം ആവശ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ കേന്ദ്ര മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചിരിക്കണം എന്നേയുള്ളൂ. പക്ഷേ കേരളത്തിൽ ഈ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് വിഷയം. ഏതൊരു വിഷയത്തിലും കേന്ദ്രത്തിനെ എതിർക്കുന്നത് പോലെ മനുഷ്യരുടെ ജീവൻ വെച്ചുള്ള പരീക്ഷണത്തിനും കേന്ദ്രത്തോട് മുഖം തിരിച്ചാൽ നഷ്ടപ്പെടുന്നത് കേരളത്തിലെ സാധാരണക്കാരായ പാവങ്ങളുടെ ജീവനായിരിക്കും എന്നുകൂടി ഓർക്കുക.